മറ്റൊരു സുപ്രധാന വാർത്ത പുറത്തു വരുന്നത് വനിതാ സംവരണ നിയമം, അതായത് നാരി ശക്തി വന്ദൻ അധിനിയം എന്നത് ഉടൻ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. 2011 സെൻസസ് കണക്കുകൾ അടിസ്ഥാനമാക്കി നിയമം നടപ്പിലാക്കാനാണ് BJP ഭരിക്കുന്ന സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. നിലവിലെ പദ്ധതി പ്രകാരം വനിതാ സംവരണം നടപ്പിലാക്കുമ്പോൾ ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 816 ഉയരും. ഇതിൽ 273 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യും. 2023 പാസാക്കിയ നിയമമനുസരിച്ച് പുതിയ സെൻസസിനും മണ്ഡല പുനർനിർണയത്തിനും ശേഷമേ സംവരണം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് വേഗത്തിലാക്കാൻ നിലവിലെ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. അതായത് കേരളത്തിൽ ഇതനുസരിച്ച് വന്നാൽ നമ്മുടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 30 വർദ്ധിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒപ്പം നിയമസഭാ സീറ്റുകളുടെ എണ്ണം 210 ഉയരുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. VV വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, വളരെ പ്രധാനപ്പെട്ട മാറ്റം വരാൻ പോകുന്ന പശ്ചാത്തലം പ്രധാനമാണ്. പ്രതിപക്ഷ പാർട്ടികളുമായി സർക്കാർ ഇതിനോടകം പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ആഴ്ചയോടെ ബിൽ സഭയിൽ എത്തുമെന്നാണ് സൂചനകൾ. മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, പുരോഗമനപരമായ ഒരു തീരുമാനം തന്നെ എന്ന് നമുക്ക് പറയാൻ കഴിയും. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇത്തരമൊരു നിയമത്തെ നോക്കിക്കാണുന്നത്. വളരെ കാലമായി പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ 1/3 വനിതാ സംവരണം പാർലമെൻറ്റിലും നിയമസഭയിലുമൊക്കെ ഏതാണ്ട് പതിറ്റാണ്ടുകളുടെ തന്നെ എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ആവശ്യം നിലനിൽക്കുകയും നേരത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അത്തരമൊരു നിയമം നടപ്പാക്കുകയും ചെയ്തു. 50% സ്ത്രീ സംവരണം എന്നത് നഗരസഭകളിലും പഞ്ചായത്ത് കോർപ്പറേഷൻ ആ തലങ്ങളിലൊക്കെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ നേരത്തെ തന്നെ കൊണ്ടുവന്നതാണ്. അതിനപ്പുറത്തേക്ക് ഏറ്റവും ദീർഘകാലമായുള്ള സ്ത്രീകളുടെ ഒരു പോരാട്ടമായിരുന്നു, അവരുടെ ഒരു അവകാശ പോരാട്ടമായിരുന്നു. അതാണ് ഇപ്പോൾ ഒരു ശുഭകരമായ പര്യവസാനത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. പാർലമെൻറ്റിൽ ഇത് പാസ്സാക്കുന്നതിന്, ഈ നിയമം കൊണ്ടുവരുന്നതിന് ആവശ്യമെങ്കിൽ ഒരു ആഴ്ച കൂടി സമ്മേളനം നീട്ടിവെക്കാമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം ഇതിൽ വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ വളരെ വൈകാതെ തന്നെ ഇത്തരമൊരു കാര്യം യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്ക് എത്തും. 2011 സെൻസസ് കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. നിലവിലെ പദ്ധതി പ്രകാരം വനിതാ സംവരണം നടപ്പിലാകുമ്പോൾ ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 816 ഉയരും. അതായത് നിലവിലെ 543 എന്ന സംഖ്യയിലാണ് വലിയ വർധന ഉണ്ടാകുന്നത്. ഇതിൽ 273 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെടും. അതായത് 1/3 എന്ന നിലയിലേക്ക് വനിതകളുടെ സംവരണം എത്തിച്ചേരും. 2023 പാസാക്കിയ നിയമമനുസരിച്ച് പുതിയ സെൻസസിനും മണ്ഡല പുനർനിർണയത്തിനും ശേഷമേ സംവരണം എന്നത് വരൂ. എന്നാൽ ഇത് വേഗത്തിലാക്കാൻ നിലവിലെ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. നടപ്പ് ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഇത് സംബന്ധിച്ച ബില്ല് അവതരിപ്പിക്കുമെന്നും കരുതുന്നു. ഭരണഘടനാ ഭേദഗതി ആവശ്യമായതിനാൽ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രതിപക്ഷ പാർട്ടികളുമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകം തന്നെ ചർച്ചകൾ നടത്തി. രാജ്യസഭയിൽ അടുത്ത ആഴ്ച തന്നെ ബില്ല് വരും. ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികൾ അനുകൂലിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൂടി സഭാ സമ്മേളനം നീട്ടാമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ സീറ്റ് NDA ആണ് ഇപ്പോൾ വനിതകൾക്ക് നൽകിയിട്ടുള്ളത്. 19 സീറ്റുകളിൽ NDAയുടെ പ്രതിനിധികൾ, BJPയുടെയും അതോടൊപ്പം തന്നെ 2020യുടെയും BDJസിൻ്റെ ഒക്കെ ആയി ഉൾപ്പെടെ NDAയുടെ പ്രതിനിധികൾ 19 പേർ മത്സരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് LDF ആണ്. 18 സീറ്റുകളിലാണ് വനിതകൾ മത്സരിക്കുന്നത്. 12 സീറ്റുകളിൽ UDFൻ്റെ വനിതാ സ്ഥാനാർത്ഥികളുമുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വനിതകൾക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്ന ഒരു ബില്ലാണ് വരാൻ പോകുന്നത്. നിയമസഭാ സീറ്റുകൾ കേരളത്തിൽ മാത്രം 210 ആകും. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി മോഹങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പലരും സീറ്റ് കിട്ടാത്തതിനാൽ കരയുന്നതുമൊക്കെ നമ്മൾ കണ്ടു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഇതിനൊക്കെ പരിഹാരമാകും. പക്ഷേ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ആളുകളെ മത്സരിപ്പിക്കാൻ പലരുടെയും പുറകെ നടക്കേണ്ടി വരുന്ന പശ്ചാത്തലവും ഒരുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 20 നിന്ന് 30 ആകുമെന്നുള്ളതും വലിയ ഒരു മാറ്റമാണ്. ശ്രദ്ധിക്കണം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകും ഇതുമായി ബന്ധപ്പെട്ട് ഈ സീറ്റ് എണ്ണത്തിൻ്റെ കാര്യത്തിൽ വലിയ വർധനവ് സംഭവിക്കുക. അത് ഭരിക്കുന്ന പാർട്ടിയായ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.